പിന്നെ അസം പറഞ്ഞ പോലെ അർജന്റീന വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ട് അഹങ്കാരം കൂടി എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊപ്പം തന്നെ പറയുന്നുണ്ട് ബ്രസീൽ ഫാൻസുകാരൊക്കെ അത്രത്തോളം അഹങ്കരിക്കും വേണം എന്നുള്ളത്. ഒന്നാമത് ഒന്ന് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി കഴിഞ്ഞാല് നമുക്ക് ആ ചാമ്പ്യന്റെ ഫാൻസിന് എത്രത്തോളം ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനും പറ്റുള്ളൂ എന്നുള്ളത് പോർച്ചുഗൽ ഫാൻസ് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഞങ്ങള് ഈ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാവുന്നതിന് മുമ്പേ ഇങ്ങനത്തെ ഫാൻസ് ഗ്രൂപ്പുകളിലും അല്ലാതെയും ഒക്കെ തന്നെ സജീവമായി കാണുന്നുണ്ട്. വേൾഡ് കപ്പ് നേടിയതിനു ശേഷം പൊങ്ങി വന്നിട്ടുള്ള ആരാധകരല്ല അർജന്റീന ആരാധകര്, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അർജന്റീനയുടെ കാര്യങ്ങൾ ഷാബാസ് പറഞ്ഞു, ഡൊമസ്റ്റിക് ലീഗില് പ്ലേയേഴ്സ് കളിക്കുന്ന കാര്യങ്ങള്. പിന്നെ അതിനൊപ്പം തന്നെ അസം ചോദിച്ച കാര്യം, ഒരു 5 പ്ലേയേഴ്സിനെ പിടിച്ചുകൊണ്ട് കളിപ്പിക്ക്, അത് അല്ല ഹീറോയിസം. നല്ല ടാലന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത വർഗ്ഗക്കാരന്, അത് ന്യൂനപക്ഷമായ കറുത്ത വർഗ്ഗക്കാരന് നല്ല ടാലന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജന്റീന കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അർജന്റീനയാണ് ഈ നിങ്ങളുടെയൊക്കെ യൂറോപ്യൻ ടീമുകളെക്കാൾ മുമ്പ് വലിയ പ്രശ്നം എടുക്കുന്ന സമയത്ത് തന്നെ കളിപ്പിച്ച് മാസ് കാണിച്ചിട്ടുള്ള ടീം. അങ്ങനെ വേറെ ഏത് ടീമാണുള്ളത്? ഇപ്പൊ ബ്രസീലിന്റെ വിഷയങ്ങളിൽ വരുമ്പോൾ ഈ യുനീഷ്യസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രസീലിൽ തന്നെയല്ല ഏറ്റവും കൂടുതൽ റെസിസ്റ്റന്റ് ആൾക്കാരുള്ളത്, റെസിസ്റ്റപരമായിട്ടുള്ള ചിന്താഗതി ഉള്ളത് ബ്രസീലിലും ബ്രസീൽ താരങ്ങൾക്കും ഉണ്ട്. ഇപ്പോ 950 ഗോൾ കീപ്പർ ബാർബോസ, ആൾക്ക് എന്താണ് പിന്നീട് ആ മറാക്കാന ദുരന്തത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള ആളെ പീവാന്നും പറഞ്ഞാണ്ട് എത്ര കാലം അയാളെ വേട്ടയാടി. അത് അയാളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ അതിൽ കുറെ നിറത്തിലെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഫാൻസ് ഒന്നും പ്രതികരിക്കാത്തത്? എല്ലാ നിറങ്ങളിലും ആൾക്കാരെ കളിക്കുന്നുണ്ടല്ലോ ബ്രസീലില്. അതന്നെയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ഭൂരിപക്ഷം ആരാണ്? തന്നെ ഒരു കറുത്ത മുത്താണല്ലോ പെലെ. പിന്നെ പെലെ ഞാൻ രണ്ടാമൻ പറഞ്ഞു എന്ന് വരട്ടെ. പറയുന്ന എൻട്രിക്, അവരൊക്കെ കറുത്തവര് തന്നെ അല്ലേ? ഓക്കെ ഞാൻ പറയട്ടെ. ബ്രസീലിനെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ബ്രസീൽ ആരാധകരും ഈ ഒരു ചർച്ചയിൽ മുമ്പന്തിയിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഇപ്പൊ അവസാനം നടന്നിട്ടുള്ള സംഭവം നോക്കാം. 2018 വേൾഡ് കപ്പിൽ ഫെർണാണ്ടിനോ ഒരു സെൽഫ് ഗോള് അറിയാലോ. അതിനുശേഷം ആൾക്ക് അവിടെ വധഭീഷണി, റേസിസപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത സംഭവമാണ്. പിന്നെ അതിന് മുമ്പത്തെ പ്രശ്നങ്ങൾ ഒരുപാട് എടുത്തു പറയാനുണ്ട്. ബർബാസയുടെ കാര്യം അത് എടുത്തു പറയാൻ ഇതൊക്കെ വാദിക്കാൻ പറ്റൂല. അയാൾ എങ്ങനെയാണ് ബ്രസീലിൽ ജീവിച്ചത്, അയാളുടെ 950 മറാക്കാന ദുരന്തത്തിന് ശേഷം എന്നുള്ളത്. അത് അയാളുടെ ക്ലബിനെതിരെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ബ്രസീൽ ആരാധകർ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഈ കറുത്ത മുത്തുണ്ട്, പെലയുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഇവരൊക്കെ എന്ന് മുതലാണ് ബ്രസീലിയൻ ടീമിൽ നിറസാന്നിധ്യമായി കളിക്കാൻ തുടങ്ങിയത്? അതും അതിനൊപ്പം പറയേ. ഇവിടെ ബ്രസീലില് ആദ്യമൊക്കെ കളിച്ചിരുന്നത് മുലാറ്റോ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആഫ്രിക്കയിൽ നിന്നുള്ള മാതാക്കൾക്ക് അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള അച്ഛന്മാർക്കും ഉണ്ടായി വരുന്ന മക്കളെയാണ്, ആ വംശത്തെയാണ് മുലാറ്റോ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് വർഗം അർജന്റീനയിലും ഉണ്ട്, ഒരുപാട് വർഗമുണ്ട്. ബ്രസീലില് ഇങ്ങനെ ഒരു വർഗ്ഗക്കാരൻ വരികയും കളിക്കുകയും ചെയ്തപ്പോൾ അയാൾ നേരിടേണ്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വെളുത്ത പൊടി എന്ന് വെച്ചാൽ മാവ് ഒഴിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് കളിക്കുന്നതിനിടയിൽ അത് വിയർപ്പ് മൂലം പോകുമ്പോ ബ്രസീൽ ആരാധകർ കൂവി ഗ്രൗണ്ടിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള ചരിത്രങ്ങളും അവിടെ ഉണ്ട്. പിന്നീട് എപ്പോ മുതലാണ് ബ്രസീൽ കറുത്ത വർഗ്ഗക്കാരെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്? 923 വാസ്കോഡഗാമ എന്ന് പറയുന്ന പോർച്ചുഗീസ് ക്ലബ്ബ് ഈ ബ്രസീലിലെ ലീഗില് ഒരു വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി. ആ വർഷം തന്നെ ബ്രസീലിലെ ഫുട്ബോൾ ഫെഡറേഷൻ അവർക്കെതിരെ തിരിഞ്ഞു. അവരിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട് എന്ന് പറഞ്ഞു. അവരിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിറ്റേ വർഷം അവരെ കളിപ്പിക്കണോ വേണ്ട എന്നുള്ള ചർച്ചയിലേക്ക് പോവുകയും അതിന് വലിയൊരു പോരാട്ടം നടത്തിയിട്ട് വാസ്കോഡഗാമ പിടിച്ചെടുത്തതാണ് ബ്രസീലിലെ ഡൊമസ്റ്റിക് ലീഗിൽ കറുത്ത വർഗ്ഗക്കാരെ കളിപ്പിക്കാന്ന്. 923 ആ പ്രശ്നം ഉണ്ടായത്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നീട് അവിടുന്ന് ആ ക്ലബിൽ നിന്ന് വരുന്ന താരങ്ങളാണ് കൂടുതൽ. ഈ ബർബോസ ആയിക്കോട്ടെ, ലിയോണഡാസ് ആയിക്കോട്ടെ, ഈ വാസ്കോഡഗാമയുടെ എന്ന് പറഞ്ഞ ഈ പോർച്ചുഗീസിന്റെ കീഴിലുള്ള ഒരു ക്ലബിൽ നിന്ന് വന്നതാണ്. അത് മനസ്സിലാക്കാം. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അർജന്റീന റേസിസപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 920 കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഒരു സൗഹൃദ മത്സരം അർജന്റീനയുടെ നഗരത്തില് ബുണോസ് ഐറസിൽ വെച്ച് നടന്നു. അന്ന് അർജന്റീനയിൽ ഒരു വിവാദ പത്രമുണ്ട്, ക്രിറ്റിക്ക എന്ന് പറയും. ആ ക്രിറ്റിക്ക പത്രത്തില് അന്ന് ബ്രസീലൻ ആരാധകരെ ബ്രസീലൻ കളിക്കാരെ അവർ ക്ഷണിച്ചത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? മങ്കീസ് ബുണോസ് ഐറസിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അത്. അർജന്റീനയും അതേ ചിന്താഗതിയിൽ, അർജന്റീന ഫെഡറേഷനും അർജന്റീന ടീം അംഗങ്ങളും അതേ ചിന്താഗതിയിലാണ് നിന്നിരുന്നെങ്കിൽ ആ കളി വേറെ തലത്തിലേക്ക് പോകായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് അർജന്റീന ക്രിറ്റിക്ക എന്ന് പറയുന്ന ഈ വിവാദ പത്രം ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അന്ന് അർജന്റീന ചെയ്തത് എന്താ? ബ്രസീലിയൻ പല പ്ലേയേഴ്സുകളും അന്ന് ആ മത്സരം കളിച്ചില്ല. കളിക്കാൻ വന്നിട്ടുള്ള കളിക്കാർക്ക് 8 കളിക്കാർ, അർജന്റീനക്ക് ആ സമയത്തൊക്കെ ഏത് കളിക്കാരൻ വെച്ചിട്ട് കളിക്കാം. പക്ഷെ അർജന്റീന ചെയ്തത് എന്താ? അവർക്ക് പറ്റിയിട്ടുള്ള ഒരു 8 കളിക്കാരെ ഒപ്പം കളിച്ചിട്ട് 8-8 എന്നുള്ള കളിക്കല് അവരെ ബഹുമാനിച്ചിട്ട് പറഞ്ഞയക്കാണ് ചെയ്തത്.
അർജന്റീന റെസിസ്റ്റ് കൺട്രി ആ സമയത്ത് ആവണമെങ്കിൽ എന്തൊക്കെയാ ചെയ്യായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അർജന്റീന വളരെ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും പ്ലേയേഴ്സ് ഈ വെളുത്ത വർഗ്ഗക്കാരൊപ്പം കളിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ റേസിസ്റ്റ് പരമായി കണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് അവരുടെ ആർട്ടിക്കലോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? ഒന്നും കഴിയൂല. കാരണം അർജന്റീനയിൽ കറുത്ത വർഗ്ഗക്കാർ ഈ വെളുത്ത വർഗ്ഗക്കാരൊപ്പം അല്ലെങ്കിൽ മൊസീറ്റകൾക്കൊപ്പം അല്ലെങ്കിൽ മുലാറ്റകൾക്കൊപ്പം കളിച്ചു പോയിട്ടുണ്ട്. എന്ത് പ്രശ്നമാണ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്? അർജന്റീനയിൽ ഒരുപാട് മിക്സഡ് റേസ് ആണ് ഉള്ളത്. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും കൂടി ചേർന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻസും അർജന്റീനക്കാരും കൂടി ചേർന്നത്. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറഡോണ ഏതാണ് DNA? മറഡോണ ആഫ്രോ അർജന്റീനിയൻ, ആ ആഫ്രിക്കൻ വംശത്തിൽ നിന്ന് വന്നിട്ടുള്ള ഇതാണ് അയാളുടെ DNA. അയാളാണ് അർജന്റീനയുടെ ഇതിഹാസം. അപ്പൊ അർജന്റീന കറുത്ത വർഗ്ഗക്കാരെ പിന്തള്ളുന്നു, അർജന്റീന കറുത്ത വർഗ്ഗക്കാരെ ഒന്നാമത്തെ കളിക്കുന്നു. ഞാൻ പറയട്ടെ സംഗതി, അല്ല ഒന്നാമത്തെ പറയട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഇതിഹാസം ആരാന്നുള്ളതല്ലല്ലോ ഇവിടെ ചർച്ച. മറഡോണ ഇതിഹാസം അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വേറെ ഉണ്ട് ആർക്കെങ്കിലും? ഞാൻ പറയുന്നതിനിടയിൽ കയറിയിട്ട് പറയല്ലേ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ദേശീയ ടീമില്, ഒരു പ്രമുഖ ദേശീയ ടീമിൽ അല്ലെങ്കിൽ പ്രമുഖ ടൂർണമെന്റിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ കളിക്കുന്നത് ഉറുഗ്വേയിലാണ്. 1916 കോപ്പ അമേരിക്കയിലാണ് ആ പ്ലെയർ കളിക്കുന്നത്. അത് 2 പ്ലേയേഴ്സുകളുണ്ട്. അതിൽ പ്രധാന പ്ലെയർ ആയിരുന്നു ഗാർഡിൻ, സ്പെലിനോ ഗാർഡിൻ എന്ന് പറയും. അന്ന് ആ ടൂർണമെന്റിന്റെ മെയിൻ സംഘാടകർ എന്ന് പറയുന്നത് അർജന്റീനയാണ്. അർജന്റീന വെച്ചിട്ടാണ് ടൂർണമെന്റ് നടക്കുന്നത്. ബ്രസീലിനെതിരെയും ചിലിക്കെതിരെയും ഉറുഗ്വ കളിച്ചപ്പോൾ അവര് കംപ്ലൈന്റ് ചെയ്തു. ഈ ഫെഡറേഷൻ, ഈ കളിയുടെ സംഘാടകർക്ക് ഒരു പരാതി അയച്ചു. ഉറുഗ്വ ടീമിൽ ഒരു ആൾക്കുരങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അയച്ചത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കറുത്തവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ബ്രസീലിന്റെ ഫെഡറേഷൻ ആണ്. കറുത്ത ഒരു ആൾക്കുരങ്ങ് ആ ടീമിൽ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അർജന്റീന ആ കാലത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഉണ്ടോ? കൂടുതൽ വെളുത്തവർ അല്ലെങ്കിൽ കറുത്തവരില്ലാത്തൊരു രാജ്യമാണ് അർജന്റീന എങ്കിൽ കുറഞ്ഞ രാജ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേസിസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അർജന്റീനയിലാണ് വരുന്നത്. ഇപ്പൊ എൻസോയുടെ ഈ പ്രശ്നം എടുത്തു കാണിച്ചിട്ട് അർജന്റീനയെ പരമാവധി തരം താഴ്ത്താൻ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് എമിയുടെ പ്രശ്നം ആയിക്കോട്ടെ, അതൊക്കെ എടുത്തിട്ട് പരമാവധി തരം താഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ യൂറോപ്പിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന, അല്ലെങ്കിൽ ബ്രസീലിൽ എപ്പോഴും കണ്ടുവരുന്ന റേസിസം അർജന്റീനയിൽ എപ്പോഴെങ്കിലും കാണുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി കണ്ട് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത കാര്യമാണ്. ഞാൻ ഓരോ കേസുകളും എടുത്തു പറയുന്നൊന്നുമില്ല. ബ്രസീൽ ഇപ്പൊ 1950 ശേഷം കുറെ അപ്ഡേറ്റ് ആയി എന്ന് പറയുമ്പോഴും അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ 1950 ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ബ്രസീൽ ഭൂരിപക്ഷമായിട്ടുള്ള ഈ ആഫ്രിക്കക്കാർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്.